മുത്തോടെ എന്തൊക്കെ പഠിച്ചല്ല എല്ലാവരും ആദ്യമേ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വീഡിയോ മറ്റുള്ള വീഡിയോസിനെ പോലെ ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇതൊരു മൂവി കണ്ടൻറ്റ് വീഡിയോ അല്ല, വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇതെൻ്റെ ചെറിയൊരു അനുഭവം കേട്ടോ. അനുഭവം എന്ന് പറഞ്ഞാൽ നല്ലൊരു രസകരമായ അനുഭവമാണ്. എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഒരുപാട് മമ്മൂക്കയുടെ ഷോർട്സും അതുപോലെ മമ്മൂക്ക സംബന്ധമായ വീഡിയോസ് ഒരുപാട് ചെയ്യാറുണ്ട്. അതിൽ സംഭവം എന്താ വെച്ചാൽ ഞാനൊരു കട്ട മമ്മൂക്ക ഫാനാണ്. അത് ചെറുപ്പം മുതലേ മമ്മൂക്കേനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ വീഡിയോസും മമ്മൂക്കയുടെ സംബന്ധിച്ചുള്ള ഷോർട്സൊക്കെ ഒരുപാട് ചെയ്യും. അതെനിക്ക് ഒരുപാട് റീച്ചും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എവിടുന്ന കിട്ടുന്നത്, നമ്മൾ അതേ കാര്യം ഏറ്റവും കൂടുതൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതിൽ കാര്യമുള്ളൂ. നമുക്ക് സപ്പോർട്ട് കിട്ടാത്ത ഒരു രീതിയിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ചെറിയൊരു അനുഭവം, നമ്മൾ ചെറുപ്പത്തിൽ, ഇപ്പോൾ എൻ്റെ ഒരു ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഞാനൊരു 4ാം വയസ്സിലൊക്കെ ഞാൻ ഈ മമ്മൂക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെ ആ ഭാഗത്തൊന്നും പണ്ട് ടി വി ഇല്ല. നമ്മളെ ഭാഗത്താണ്, നമ്മുടെ വീട്ടിൽ ടി വി ഇല്ല. നമ്മളെ അയൽവാസി ഒരു വീട്ടിലെ ടി വി ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ നമ്മൾ സ്കൂളൊന്നും ചിലപ്പോൾ ഇടയ്ക്ക് ഈ എന്താണ് ഹർത്താൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്കൂള് പോയിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിൽ സിനിമ കാണാൻ പോകും. ചിലപ്പോൾ സൂര്യ ടി വിയിലൊക്കെ നല്ല ക്ലിയറിൽ, അന്ന് സൂര്യ ടി വിയിൽ നല്ല ക്ലിയറിൽ ഇങ്ങനെ പടങ്ങൾ, പഴയ നല്ല രസമുള്ള കോമഡി പടങ്ങൾ, നല്ല ആക്ഷൻ പടങ്ങൾ. അന്ന് എന്താ പറയുക, മമ്മൂക്കയുടെ ഇൻസ്പെക്ടർ ബൽറാം, പഴയ കോമഡി, നല്ല സി ഡി മൂസ് ഒന്നും അറിഞ്ഞില്ല, അങ്ങനെ എന്താ പറയുക, പഴയ പടങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ പടങ്ങളൊക്കെ ഒരുപാട് വരും. അപ്പോൾ അത് ഞങ്ങൾ കാണും. അപ്പോൾ കാണാൻ വേണ്ടി ഞങ്ങൾ അപ്പുറത്ത് വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അവർ ചിലപ്പോൾ രാവിലെ മുതൽ ആ ടി വി ഓണാക്കി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ആ വീട്ടിലത്തെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ കാണാൻ പോകുമ്പോൾ അവർ പറയും, അവർ നമ്മളോട് മുഖത്തൊക്കെ പറയാൻ വയ്യല്ലോ. കാരണം ഇങ്ങനെ ഫുൾ ടൈം ഇത് കാണുക പറഞ്ഞാൽ അവർക്ക് കറണ്ട് ബില്ലും കൂടും, എന്താ പറയുക, അവർക്ക് ബുദ്ധിമുട്ട്. നമ്മളൊരു മറ്റുള്ള വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ടി വി കാണുമ്പോൾ ബുദ്ധിമുട്ടില്ല. അപ്പോൾ എന്താ അവർ കാട്ടിച്ചാൽ എല്ലാവരും ടി വി ഇങ്ങനെ തൊട്ടുവെക്കും. ടി വി തൊട്ടുവെക്കിട്ട് പറയും ടി വി ചൂടായിക്കണ്. ചില ആൾക്കാരൊക്കെ ഗതി കേട്ടിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ മെയിൻ സ്വിച്ചൊക്കെ ഓഫാക്കി. അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഓരോ അനുഭവങ്ങൾ കേട്ടോ. അങ്ങനെ ഒരു ദിവസം നമ്മളെ വീട്ടിൽ അന്ന് വി സി ഡിയും ഡി വി ഡിയൊക്കെ ഇറങ്ങുന്നത്. വി സി ഡിയിൽ 2 പടങ്ങൾ കൊടുത്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് മമ്മൂക്കയുടെ രാക്ഷസ രാജാവ്, ഒന്ന് ലാലേട്ടൻ്റെ രാവണപ്രഭു. ഈ 2 പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കയുടെ രാക്ഷസ രാജാവ് ഒന്നും കൂടി കൂടുതൽ ഇഷ്ടം. കാരണം ഇന്നും എനിക്ക് മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റോറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ വെച്ചാൽ രാക്ഷസ രാജാവാട്ടോ. കാരണം നല്ല രസം, നല്ല ആക്ഷനും, നല്ല എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു അടിപൊളി മൂവിയാണ്. അത് അന്നത്തെ കാലത്ത് കുഴപ്പമില്ലാത്ത ഹിറ്റായിരിക്കണം. എന്നിരുന്നാലും എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. ഭയങ്കര ഇഷ്ടമുള്ള പടം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, അന്ന് പോലെ മമ്മൂക്കയുടെ പടങ്ങൾ കാണാനോട് ഭയങ്കര ദൂരമുണ്ട്. ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കളിയാക്കൊക്കെ ചെയ്യും കേട്ടോ. കാരണം അത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കാര്യങ്ങൾ ഒരുപാട് നമ്മൾ അതിനായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ തമാശയിലും കളിയാക്കിയിട്ടൊക്കെ പറയും. അതൊന്നും നമുക്കൊരു എന്താ പറയുക, അങ്ങനെ ഒരു രസത്തിലെടുക്കണം. അങ്ങനെ ഞാൻ മമ്മൂക്ക ഫാനാണ്. ഞാൻ തിയേറ്റർക്ക് പടം കാണാൻ പോയിട്ടില്ല. അങ്ങനെ ഒരുപാട് ആഗ്രഹം. കാരണം നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്കൂൾ കുറച്ച് ദൂരെ പോകണം, ഒരു 2-3 കിലോമീറ്റർ പോകണം. അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അടുത്തൊരു 2 തിയേറ്ററൊക്കെ ഉണ്ട്, വലിയൊരു തിയേറ്റർ. അവിടെ ഏറ്റവും വലിയ തിയേറ്റർ അതാണ്. അപ്പോൾ അങ്ങനെ പോസ്റ്റർ കാണും, വലിയ ദി കിങ് ആൻഡ് കമ്മീഷണറിൻ്റെ. അന്ന് ദി കിങ്ങും എൻ്റെ കാലത്തൊന്നുമല്ല, ദി കിങ് ആൻഡ് കമ്മീഷണർ. അതുപോലെ മമ്മൂക്കയുടെ പടം നല്ല രസമുള്ള പടങ്ങളെ ഭയങ്കര പോസ്റ്റർ. മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ അധികം കൂടുതലും ആ തിയേറ്ററിൽ മമ്മൂക്കയുടെ പടക്കാരം. അങ്ങനെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാരങ്ങനെ വന്ന് തിങ്ങിക്കൂടുന്ന. അന്ന് മമ്മൂക്കയുടെ പടങ്ങൾ വരുമ്പോൾ ഒന്നും കൂടി പ്രത്യേക ഒരു ഓളാണ്. തിയേറ്റർ ഫുള്ള് നിറഞ്ഞൊഴുകും. അന്ന് വെള്ളിയാഴ്ച റിലീസ്, ഇന്നിപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളൊക്കെ റിലീസ്, അന്ന് വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോണ ടൈമിൽ അവിടെ ആകെ ഫ്ലക്സും ബാനറും ഫുള്ള് സെറ്റപ്പായിട്ട് ഇങ്ങനെ അലങ്കരിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമുക്കൊരു കാണാനൊരാഗ്രഹം. പക്ഷെ എന്തോ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല, പടം കാണാൻ സമ്മതിക്കില്ല. ഇന്നും വീട്ടിൽ നിന്ന് പടം കാണാൻ സമ്മതിക്കില്ല. പക്ഷെ നമ്മൾ പോലുണ്ടെങ്കിൽ കൂടി സമ്മതിക്കില്ല, പടത്തിനാരെ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരാഗ്രഹം, പടം. അങ്ങനെ ഞാൻ പടം കാണുന്നത് മമ്മൂക്കയുടെ താപ്പാനാറിന പടം ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നു. ഫസ്റ്റ് പടം കേട്ടോ. ആരും പറഞ്ഞ പെട്ടെന്ന് വിശ്വസിക്കും. കാരണം ഞാൻ കട്ട മമ്മൂക്ക ഫാനായാലും പെട്ടെന്ന് ഞാൻ താപ്പാനാറിന് ഒരുപാട് കാലത്തിന് ശേഷം റിലീസായ പടമാണ്. ഒരുപാട് പഴക്കമില്ല, എന്നാൽ ഒരുപാട് പുതിയതും ഇല്ലാത്തൊരു പടമാണ്.
നല്ല രസമുള്ള കോമഡിയും കാര്യങ്ങളുള്ള ഒരു ജോണി ആൻ്റണി മമ്മൂക്ക കൂട്ടുകെട്ടിൽ വന്ന ഒരു അടിപൊളി കോമഡി പടമാണ്. അങ്ങനെ ഈ പടം കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം. അപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ട്, അവന് ഒരുവിധം സിനിമയൊക്കെ പോയി കാണാൻ ഫസ്റ്റ് ഡേ സ്കൂളൊക്കെ കട്ട് ചെയ്ത് സിനിമ പോയി കാണുന്ന ആളാണ്. അപ്പോൾ അവനോട് ഇങ്ങനെ പറയാടാ ഇങ്ങനെ പടം കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, എന്താ ചെയ്യടാ, വീട്ടിൽ സമ്മതിക്കില്ല. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ നമുക്ക് ഇന്ന ദിവസം പടത്തിന് പോവാം, ഈ വായോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് പ്രശ്നമാണ്, വീട്ടിൽ നിന്നൊക്കെ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, നിനക്ക് നാളെ എന്താ വരും? ഞാൻ പറഞ്ഞു നാളെ നമുക്ക് എക്സാം അല്ലേ, അതായത് ആലോചിക്കാം കേട്ടോ, 10ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ ഓണപരീക്ഷയല്ലേ, ഓണപരീക്ഷയുടെ എക്സാം ഉണ്ട്. ഓണപരീക്ഷയുടെ എക്സാമിൻ്റെ ആ പെരുന്നാൾ റിലീസായ പടമായിട്ട് താപ്പാന. അന്ന് പെരുന്നാൾ താപ്പാന റിലീസ്, നമ്മുടെ അതുപോലെ മോഹൻലാലിൻ്റെ റൺ ബേബി റണ്ണോ റിലീസ്. താപ്പാന ഇറങ്ങി കുറച്ച് ദിവസത്തിന് ശേഷമാണ് റൺ ബേബി റൺ ഇറങ്ങും. അപ്പോൾ ഫസ്റ്റ് താപ്പാന ഒരു ഓണ സീസണിൻ്റെ പെരുന്നാൾ സീസൺ ഒരു മിക്സായിട്ടാണ് ഈ പടം റിലീസാണ്. അങ്ങനെ ഞാൻ എനിക്ക് ഉച്ചക്കട പരീക്ഷ, അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പരീക്ഷ. അപ്പോൾ രാവിലെ ഇങ്ങനെ അവൻ പറഞ്ഞു 9 മണി 9:30 പടം ഉണ്ടാവുന്നു. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല, പേടിച്ചിട്ടാണ് പോകേണ്ടത്, കാരണം ഇതുവരെ സിനിമക്ക് പോയിട്ടില്ല. അങ്ങനെ ഇവനെ കുറേ സിനിമക്കും പോയിക്കണം. അപ്പോൾ ഇവന് രാവിലെ പരീക്ഷ ഉണ്ട്. അന്ന് രാവിലെ ഇവൻ 9ാം ക്ലാസ്സിലാണ്, ഇവന് പരീക്ഷ ഉണ്ട്. അങ്ങനെ പോയിട്ട് ഇവൻ പറഞ്ഞു ഇന്ന് ഒരു കാര്യം ചെയ്താണ്, നീ രാവിലെ പടം കണ്ടോ, ഞാൻ എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് പോകണുള്ളൂ. ഓക്കെ, ഞാൻ തിയേറ്ററിൽ നിന്നുകൊണ്ട് ഇവൻ ഓട്ടോറിക്ഷയിൽ ഇറങ്ങി വരുന്നത്. ഇവണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താടാ ചോദിച്ചു. അല്ല ഞാനും കൂടിയാണ് പടം. അപ്പോൾ നീ ഇന്ന് എനിക്ക് പരീക്ഷ അല്ലേ, അതൊന്നും കുഴപ്പമില്ല, പരീക്ഷ കുഴപ്പമില്ല, ഈ 9ാം ക്ലാസ്സിലല്ലേ, ഒന്നും പ്രശ്നമില്ല. ഓക്കെ, കുഴപ്പമില്ല, നമുക്കൊരാളും ആയല്ലോ. അപ്പോൾ എനിക്കിതുവരെ തിയേറ്ററിൽ എപ്പോഴാണ് പടം തുടങ്ങുക, എങ്ങനെ ഇതിൻ്റെ ഒരു കാര്യം അറിയില്ല കേട്ടോ. അന്ന് എന്താ പറയുക, ഞാൻ എന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ പോകുമ്പോൾ കാണുന്ന തിയേറ്റർ, ആ തിയേറ്ററിലത് വേറെ തിയേറ്ററാണ്. ഇന്ന് ഭയങ്കര ഫേമസ് തിയേറ്ററാണത്, വളാഞ്ചേരിയുള്ള ഭയങ്കര ഫേമസ് തിയേറ്ററാണ്. അപ്പോൾ ഈ പടം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നല്ല ആൾക്കാരുമുണ്ട്. അപ്പോൾ നമുക്കൊരു ഭയങ്കര കാരണം ഇങ്ങനെ കാണുമ്പോൾ നേരെ അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് പടം കാണും. പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ പോകണമെന്ന് വരുന്നത് മാത്രമല്ല കണ്ടിട്ടുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പടം ഇങ്ങനെ തുടങ്ങിയാൽ ഇൻട്രസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് ഈ ഭയങ്കര എന്താ പറയുക, ഈ ആക്ഷൻ സീനും അതുപോലെ ഒരു ആക്സിഡൻറ്റ് സീനൊക്കെ വരുമ്പോൾ ആക്സിഡൻറ്റ് സീനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അത് DTS സൗണ്ട് കൊടുക്കും, നല്ല ഭൂം ഭൂം എന്ന് പറഞ്ഞിങ്ങനെ മുട്ടണ സൗണ്ടാണ്. അപ്പോൾ ഈ പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറുകയല്ലേ, അപ്പോൾ ഭയങ്കര പേടി. ഇത് കാണുമ്പോൾ എന്താണെന്ന് ഒരു പേടിയുണ്ടല്ലോ, അങ്ങനെ പേടിയായി. അപ്പോൾ ഇവനക്ക് പ്രശ്നമില്ല, കാരണം ഇവൻ ഒരുപാട് സിനിമകൾ കണ്ടതാണ്. അങ്ങനെ എനിക്കച്ച വേറെ കാര്യമുണ്ട്, അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യട്ടോ. അന്ന് എക്സാം ഏതാ നോക്കണം, മാത്സ് കണക്കാണ് പരീക്ഷ. അങ്ങനെ ഈ പടം അങ്ങനെ കണ്ടിട്ട് പടം കാണുന്ന ഇടയ്ക്ക് കറണ്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച സാധാരണ നമ്മൾ വീട്ടിലൊക്കെ അല്ലേ കറണ്ട് പടം കാണും, സാധാരണ നോർമൽ കറണ്ട് പോലെ. പക്ഷേ ഈ തിയേറ്ററിലും കാണാം, ഇത് ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട്, എന്നിരുന്നാലും പടത്ത് കറണ്ട് പോയി. കറണ്ട് പോയിട്ട് ഒരു 10-15 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു 2-3 വട്ടം പടം കറണ്ട് പോയി. സാധാരണ ഒരു 1:05 1:10 കഴിയേണ്ട പടം തോന്നുന്നു. പക്ഷേ ഈ പടം കഴിഞ്ഞത് 1:50. ഞാൻ ആകെ പേടിച്ച്. കാരണം എന്താ വെച്ചാൽ 2 മണിക്ക് പരീക്ഷ എഴുതണം, എന്ത് ചെയ്യും, മാത്സാണ് പരീക്ഷ. ഇവിടുന്ന് അങ്ങോട്ട് എന്തായാലും 10 മിനിറ്റ് കൊണ്ട് എന്തായാലും എത്തൂല. കാരണം ഇവിടുന്ന് ഒരു 2-3-4 കിലോമീറ്റർ പോകണം, ഈ തിയേറ്ററിൽ നിന്ന് 2-3-4 കിലോമീറ്റർ പോകണം ഈ നമ്മളെ സ്കൂൾക്ക്. 10ാം ക്ലാസ് എക്സാമാണ്, ഓണത്തിൻ്റെയാണ്. എന്നാലും 10ാം ക്ലാസ് പറഞ്ഞാൽ അന്ന് ഒരു ഭയങ്കര പ്രശ്നമുള്ള ടൈമാണ്. എന്ത് ചെയ്യും, പഠിച്ചാൽ തന്നെ ഒന്നും എഴുതാൻ പറ്റില്ല, പിന്നെ പഠിക്കാതിരുന്നാൽ വല്ല എഴുതാൻ പറ്റുമോ? രണ്ടും കൽപ്പിച്ച് ഞാൻ തിയേറ്ററിൽ പടം കഴിഞ്ഞ് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളും നോക്കാനില്ല, ഓടിയെന്ന് പറഞ്ഞാൽ മരണപ്പാച്ചിൽ ഓടി. സാധാരണ ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒരു ഓട്ടോ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, കാരണം അതൊന്നും മരണപ്പാച്ചിലാണ് ഓടിയിട്ട് ഞാൻ എന്താ പറയുക, ഓടിച്ച് നമ്മളെ പരീക്ഷ പരീക്ഷ തുടങ്ങിയിട്ടാ 2:20 അങ്ങനെ എന്തോ ടൈം ആയിക്കണ്. ഞാൻ ഹോളിൻ്റെ അവിടെ ഇങ്ങനെ നമ്മുടെ വണ്ടി ബ്രേക്ക് പിടിക്കണമെന്ന് നിന്നിട്ട് അപ്പോൾ സാറിങ് വന്നു. അന്ന് തൃശ്ശൂർ ഉള്ള 2 സാറുമാരുണ്ട് കേട്ടോ എനിക്ക്. ഒന്ന് ഫ്രോയിഡ്, ഒന്ന് അതുപോലെ തന്നെ ജെയ്സൺ മാഷ്. എൻ്റെ ക്ലാസ് സാർ തന്നെ ജെയ്സൺ മാഷാണ്, അതായത് മാത്സിൻ്റെ സാർ. അതുപോലെ ഫ്രോയിഡ് മാഷ് പറഞ്ഞാൽ എൻ്റെ 9ാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ച ഒരു ഫ്രോയിഡ്. രണ്ടും തൃശ്ശൂരാട്ടോ. അവർ ക്ലാസ് എടുക്കുമ്പോൾ നല്ല രസത്തിലൊക്കെ, മാത്സ് ആണ് ഇവരെ വിഷയമെങ്കിലും നല്ല രസത്തിലായിട്ട് അവർ ക്ലാസ് എടുക്കുക, ഭയങ്കര രസമാണ്. പിന്നെ സാറ് നുള്ളലുണ്ട്, ചെവി പിടിച്ചൊരു നുള്ളലുണ്ട്, എന്തെങ്കിലും മറുപടി പറഞ്ഞില്ല, നല്ല രസമാണ്, നല്ല കേൾക്കാൻ നല്ല രസമാണ്.
അപ്പോൾ ഈ ജെയ്സൺ മാഷാണ് ഈ ക്ലാസ്സിൻ്റെ വരാന്തയിൽ നിൽക്കുന്നത്, ഈ ഡോറിൻ്റെ അടക്കുന്നത്. ഞാൻ ഓടി ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ വേർത്ത് കുളിക്കണം കേട്ടോ. അത്രക്ക് ഓടിയില്ല, നിൽക്കാതെ ഓടിയതല്ലേ, നല്ല ഓട്ടമല്ലേ. സാറ് ചോദിച്ചു എന്തുട്ടാ മോനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ എക്സാം. അതിന് നീ എവിടെയായിരുന്നു? ഞാൻ ഒന്നും. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നത്തെ ഒരു പ്രായത്തിൽ നമ്മളൊന്നും മറച്ചൊക്കെ. ഞാൻ പറഞ്ഞു സിനിമക്ക് പോയതാണ്. എന്തുട്ടാ? ഞാൻ പറഞ്ഞു സിനിമക്ക് പോയത് സാറേ. ആരെ സിനിമക്ക്? ഞാൻ പറഞ്ഞു മമ്മൂക്കയുടെ അറിയില്ല, മമ്മൂട്ടിയുടെ താപ്പാന റിലീസായിരുന്നു. എന്തുട്ട്? കാട്ടാനേ? അല്ല സാറേ താപ്പാന മമ്മൂട്ടിയുടെ പടം. എന്നൊരു കാര്യം ചെയ്യും, നീ അതൊരു കഥ പറഞ്ഞ മോനെ. അപ്പോൾ 2-3 സാറും കൂടി വന്നിട്ട് അന്ന് 2-3 അന്ന് ആ ടൈമിൽ നല്ല സ്ട്രോങ് ആണ് സാർ, നല്ല അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അല്ല പരീക്ഷ. അത് കുഴപ്പമില്ല, നീ കഥ പറയടാ. ഞാൻ പറഞ്ഞു സാറേ പരീക്ഷ എഴുതണം. അല്ല നിനക്ക് അറിയില്ലെന്ന് പരീക്ഷ എന്ന് ചോദിച്ചു. ഞാൻ പറയാം അറിയാം സാറേ, പക്ഷെ ഞാൻ ഒന്നും എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു അറിയാം, പക്ഷേ എന്താ അറിയാം, തിയേറ്ററിൽ പടത്തിന് പടം കാണുന്നതിനിടെ കറണ്ട് പോയി. എനിക്കറിയില്ലല്ലോ കറണ്ട് പോകുന്നുള്ളത്. ഞാൻ വിചാരിച്ചൊരു 1:05 1:10 സിനിമ കഴിയുന്നു. ഇത് കറണ്ട് പോയിട്ട് പടം അവസാനം 1:50. ഞാൻ എന്താ ചെയ്യുക സാറേ? സാറ് ആ ഒരു ദേഷ്യത്തിലല്ല, ഒരു ഇതിൽ നിന്ന സാറാണ് ചിരിച്ച്. ഞാൻ പറഞ്ഞല്ലോ സാറേ തിയേറ്ററിൽ കറണ്ട് പോയി, ഞാൻ എന്താ ചെയ്യുക? 1:05 1:10 കഴിയുടെ സിനിമയാണ്, അത് 1:50 കഴിഞ്ഞ്, ഞാൻ എന്താ ചെയ്യുക? സാറിന് ചെറിയ വേണ്ട. സാറ് പറഞ്ഞു ഓക്കെ. വേറെ സാറും കൂടി വിളിച്ചു. അന്ന് വേറെ സാറുണ്ട്, ശ്രീകാന്ത് മാസ്റ്ററിൻ്റെ സാറുണ്ട് കേട്ടോ. കാരണം സാറിന് കുറച്ച് സിനിമാ പ്രാന്തം കൂടി ഉണ്ട്. സാർ ഇടക്കിടക്ക് വരുവുള്ള ക്ലാസ്സിൽ. വേറെ കാര്യമുണ്ട്, ഒരു മാസത്തിൽ ഒരു 10-20 ലീവ് ഉണ്ടാവും. ഈ സാറ് ഇങ്ങനെ വന്നിട്ട് സാറിന് എന്നോട് പറഞ്ഞു, അന്ന് ഈ സാറിത് ഈ വീഡിയോ സാറുമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാറുമാർക്ക് ഓർമ്മ കൊണ്ടാവില്ലോട്ടെ, ഏതോ ഒരു പയ്യൻ ഏതോ ഒരു കാര്യം പറയണമെന്ന് കാരണം. അന്ന് ഒരുപാട് ആൾക്കാർ കുട്ടികൾ പഠിച്ചു പോകുന്നതല്ലേ, എന്നാലും നമ്മൾ മറക്കില്ലല്ലോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും. അങ്ങനെ രസം എന്താ വെച്ചാൽ സാറിനോട് ചോദിച്ചു നിനക്കെന്തെന്ന് എക്സാം അറിയിച്ചു. ഞാൻ പറഞ്ഞു അറിയാം സാർ. എന്താണ്? ഇന്ന് മാത്സാണ്. നീ വല്ല പഠിച്ചെന്ന് വെച്ചു. ആ ഞാൻ പഠിച്ചിക്കണ്. എഴുതു വെച്ചു. കുഴപ്പമില്ല ഞാൻ എഴുതാം. നിനക്ക് എത്ര ടൈമാണെന്ന് പറഞ്ഞു. ടൈമാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു സാറ് ഒരു മണിക്കൂർ കിട്ടിയാൽ 1 മണിക്കൂറാണ് നീ എഴുതി വെച്ചു. ആ 1 മണിക്കൂർ കിട്ടിയാൽ ഞാൻ എഴുതാം. ഓക്കെ എന്നാൽ ഇരുന്നു. അങ്ങനെ എക്സാമിന് ഇരുന്നിട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അത് നോക്കുമ്പോൾ ആകെ ബ്ലാങ്ക്. കാരണം ഒന്നും അറിയില്ല. കാരണം എൻ്റെ മൈൻഡ് മൊത്തം ഇന്ന് തിയേറ്ററിൽ കണ്ട പടത്തിൻ്റെ ആ ഒരു ഇതാണ്. കാരണം മമ്മൂട്ടിയുടെ ഇതും കോമഡി ആക്ഷനും ഇതും മൊത്തം എൻ്റെ മൈൻഡിൽ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ എന്താ എഴുതാം? സാധാരണ നമ്മൾ എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റ്യനും എഴുതും, കുറച്ച് ആൻസറും എഴുതും, അങ്ങനെ മിക്സ് ആക്കിയിട്ട് എഴുതല. വല്ലാതെ ഓവർ പഠിക്കൊന്നുമില്ല. എന്താ ചെയ്യുക? അപ്പോൾ ഏകദേശം ഒരു 4 മണി 3:50 ആകുമ്പോൾ 3:40 ആകുമ്പോഴത്തേന് ഓരോരുത്തരും കഴിഞ്ഞ് ഇങ്ങനെ പേപ്പർ കെട്ടാനുള്ള ഒരു രീതിയിൽ. അപ്പോൾ സാറ് ഇങ്ങനെ പറഞ്ഞു എല്ലാ 1 മണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതാറുന്ന വിദ്വാനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ അവിടെ ഉണ്ട്. അല്ല നിന്റെ കഴിഞ്ഞു വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാറേ കഴിഞ്ഞിട്ടില്ല, ഞാൻ കുറച്ചും കൂടി ഉണ്ട്. അല്ല നീയലടെ പറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് എഴുതാം. ഞാൻ പറഞ്ഞു സാറേ ഞാൻ പറഞ്ഞത് 1 മണിക്കൂർ കൊണ്ട് എഴുതാമെന്നല്ല, 1 മണിക്കൂറെങ്കിലും കിട്ടിയാൽ എഴുതാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും ടൈമുണ്ടല്ലോ, 10-15 മിനിറ്റും കൂടി ഉണ്ടല്ലോ സാറേ. എടാ പഹയാ, കുഴപ്പമില്ല നീ എഴുതുകയായിരുന്നു, ഏതായാലും ഇപ്പോൾ കഴിയാനല്ലേ എഴുതുകയായിരുന്നു. എഴുതി കഴിഞ്ഞിട്ട് എല്ലാവരും പേപ്പറൊന്ന് ലാസ്റ്റായിട്ടാണ് ഞാൻ പേപ്പർ കൊടുക്കണ്. ലാസ്റ്റ് ഞാൻ പേപ്പർ കൊടുത്ത് സാറ് അപ്പോൾ നമ്മൾ കെട്ടിയിട്ടാണ്, അതുകൊണ്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് നോക്കിയതല്ല, ഇങ്ങനെ കെട്ടിയിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പോകാമെന്നത് സാറിനെ വിളിച്ച് മോനെ ഇവിടെ വന്നടാറും. ഞാൻ ചോദിച്ചു എന്താ സാറേ? അല്ലടാ മോനെ നീ എവിടെ പോയിരുന്നു ശരിക്ക്? ഞാൻ പറഞ്ഞു ഞാൻ സാറേ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല, ഞാൻ സിനിമക്ക് പോയതാണ്, മമ്മൂട്ടിയുടെ സിനിമക്ക് പോയതാണ്. നിനക്കറിയില്ലടാ എന്താണ് പരീക്ഷയെന്ന്, നീ പരീക്ഷയ്ക്ക് സിനിമ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല സാറേ, പരീക്ഷ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഞാൻ സിനിമ നേരെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഞാനിത് പടം 1:10 1:05 കഴിയുന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ. പക്ഷേ ഈ കറണ്ട് പോയി ഞാൻ എന്താ കാട്ടുക വെച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്തോളാം, ഏതായാലും ഇപ്പോൾ ഇന്നങ്ങനായി, നീ ഒരു കാര്യം ചെയ്യും, നീ എക്സാം ഈ ഓണപ്പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ നിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ ഉമ്മായോ ഉപ്പായോ വിളിച്ചിട്ട് വന്നിട്ട് ഈ ക്ലാസ് കയറിയാൽ മതിയിട്ടാ മോനെ ചോദിച്ചു. നമ്മൾ ഓക്കെ നടന്നു. ഓ രക്ഷപ്പെട്ടു. ഞാൻ പിന്നെ വീട്ടിലൊന്നും പറയാൻ പോയില്ല കേട്ടോ. അങ്ങനെ പോയി. പിന്നെ ഒരുപാട് സിനിമക്കൊക്കെ പോയിട്ടോ. അതിന് ശേഷം ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ ഈ സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ ലീവാവും. ഇടയ്ക്ക് എന്തെങ്കിലും വയറുവേന അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ലീവ് എടുക്കും. ലീവ് എടുക്കുമ്പോൾ സാറ് എടുത്ത വൈകിനോട് പറയും അല്ലടാ മോനെ നീ ഇന്നലെ നീ ഏത് സിനിമക്ക് പോയത്? ഞാൻ പറഞ്ഞു എന്താ വെച്ചു. അല്ല നീ ലീവ് എടുത്താൽ നീ സിനിമക്ക് പോകാറായി കാരണം
നീ പരീക്ഷയ്ക്ക് പടത്തിന് പോയാനല്ലേ, അതുകൊണ്ട് നീ എന്താണ് നീ ഇന്നലെയും ചിലപ്പോൾ സിനിമ ഞാൻ സാറേ ഞാൻ പോയാൽ പറയും ഞാൻ പോയിട്ടൊന്നുമില്ല, ഞാൻ വയ്യാത്തതുകൊണ്ട് ലീവ് എടുത്താണ്. അങ്ങനെ ഒരുപാട് രസമുള്ള ഒരു കാലഘട്ടം എന്നിട്ട് ആ 10ാം ക്ലാസ് കാലഘട്ടം. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു വീഡിയോ മാക്സിമം നിങ്ങൾ കാണണം, കാരണം ഒരുപാട് കഥകളുണ്ട്. അതുപോലെ മമ്മൂക്കയെ കാണാൻ പോയ കഥകളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ വഴിയെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട്. കാരണം ഇതിൻ്റെ ഒരു യഥാർത്ഥ എന്താ പറയുക ഒരു ജീവിത അനുഭവമാണ്, രസമുള്ള ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.